ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു ബോൺസായി രൂപത്തിലുള്ള ബോഗൻവില്ല കളക്ഷൻ ഈ പ്രാവശ്യം ഫ്ലവറിങ് ആയിട്ടുണ്ട്. മഴക്കാലം കഴിഞ്ഞ് നല്ല രീതിയിൽ ആടായിട്ട് ബ്രൂൺ ചെയ്ത് അതിനെ വെയിലത്തോട്ട് വെച്ച് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലം കഴിയുന്നതോടുകൂടെ നമ്മുടെ അടുത്തുള്ള ഇതുപോലുള്ള പ്ലാന്റ്സിനെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മളതിനെ ഒരുക്കി നിർത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഏകദേശം ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത് പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്നും ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിലുള്ള മണ്ണിനെ നീക്കം ചെയ്ത് അതിൽ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, വെർമിൻ കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള 2-3 ഫെർട്ടിലൈസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇട്ടിട്ട് കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാറാണ് ഞാൻ ചെയ്യാറ്. ഫ്ലവറിങ്ങിന് വേണ്ട മെയിനായിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ സൺ ഡയറക്റ്റ് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മുടെ പ്ലാന്റിനെ നമ്മൾ വെക്കാൻ. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലവർ വരികയുള്ളൂ. എൻ്റെ അടുത്തുള്ള പ്ലാന്റ്സ് എല്ലാം എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ നനച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ ചുവട്ടിൽ മാത്രം നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുത്താൽ മാത്രമേ ഫ്ലവർ ഒരുപാട് ദിവസങ്ങൾ കേടുകൂടാതെ അതിൽ നിലനിൽക്കുകയുള്ളൂ. 2 ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ല വെയിലായതുകൊണ്ട് അത് കൊഴിഞ്ഞു പോകാനുള്ള സാഹചര്യം കൂടുതലായിരിക്കും. ഒരു ടൈമിൽ ഫ്ലവർ കഴിയുന്നതോടുകൂടെ നമ്മൾ അതിൻ്റെ ബാലൻസ് നിൽക്കുന്ന ഫ്ലവർ എല്ലാം തന്നെ കട്ട് ചെയ്ത് നൈസായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വളം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ വീണ്ടും ഫ്ലവർ ആയിക്കൊണ്ടിരിക്കും. അത് കണ്ടിന്യൂസ് നമ്മൾ അതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ വീണ്ടും നല്ല രീതിയിൽ ഫ്ലവർ വരികയുള്ളൂ. അതിന് നമ്മൾ 19 എന്ന രാസവളം വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ഒരു പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ കുറഞ്ഞ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഫ്ലവർ വരും. ഈ കാണുന്നത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കുറച്ച് വെറൈറ്റികൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് ഫ്ലവർ ആയിട്ടില്ല, ഞാനിപ്പോൾ വെയിലത്തോട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.